നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ വാഗ്വാദത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യം ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ കൃത്യമായൊരു സാക്ഷ്യപത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അധികാരവും ഭരണ സംവിധാനങ്ങളും പോലീസും സായുധ സേനകളും സാമ്പത്തിക ശേഷിയുമെല്ലാം കയ്യിലുള്ള ഭരണാധികാരികൾക്ക് കയ്യിൽ പുസ്തകങ്ങൾ മാത്രം പിടിച്ചു വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളെ കാണുമ്പോൾ എന്തിനാണ് ഇത്രയധികം പേടി തോന്നുന്നത്? അതേ പേടി തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം പാർലമെന്റിനുള്ളിലും പുറത്തും മുഴങ്ങുമ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ ഓടിയൊളിക്കുന്ന ചില നേതാക്കളുടെ ഭയമാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റ് വളപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അതിശക്തമായ പ്രതികരണങ്ങളും അതിനോട് രാജ്യത്തെ മാധ്യമങ്ങൾ കാട്ടിയ നിലപാടുകളുമാണ് നമ്മൾ ഇന്ന് വിശദമായി വിശകലനം ചെയ്യുന്നത്. പാർലമെന്റിന്റെ വളപ്പിൽ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ വെച്ചത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ രാജ്യത്ത് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ആരാണ് ഉത്തരവിട്ടത്? അവർക്ക് നേരെ ലാത്തി വീശാനും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാനും AK-47 പോലെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കാനും ആരാണ് അധികാരം നൽകിയത്? ഇതിനൊക്കെ ഉത്തരവാദി രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹം ആ നിമിഷം രാജിവെച്ച് പുറത്തു പോകണം. ഇനി അതല്ല, അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ താഴെയുള്ള ആരോ ആണ് ഇത് ചെയ്തതെങ്കിൽ ഭരണവും പോലീസിനെയും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ആളെന്ന നിലയിൽ അദ്ദേഹം ഇൻകോമ്പിറ്റൻ്റ് ആണ്, യോഗ്യനല്ല. അപ്പോഴും അദ്ദേഹം രാജിവെച്ചേ മതിയാകൂ. എത്ര കൃത്യവും പ്രസക്തവുമായ ചോദ്യമാണിതല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇടയിൽ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തടസ്സങ്ങൾ സൃഷ്ടിക്കുക. അവിടെയാണ് രാഹുൽ ഗാന്ധി ആ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി തിരിച്ചടിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ നിരന്തരമായി ഞാൻ സംസാരിക്കുമ്പോൾ 24 മണിക്കൂറും തടസ്സപ്പെടുത്താറുണ്ട്. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, അമിത്ഷാ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴോ നിങ്ങൾ ഇതുപോലെ തടസ്സപ്പെടുത്താറുണ്ടോ? അവർ പറയുന്നത് കേട്ട് തലയാട്ടി നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം അമിത്ഷായെ നിങ്ങളുടെ മുന്നിൽ കിട്ടിയപ്പോൾ നിങ്ങൾ എന്താണ് ചോദിച്ചത്? അമിത്ഷാജി, നിങ്ങളുടെ വസ്ത്രം നല്ല രസമുണ്ടല്ലോ, ഇതേതാണ്, അസം മോഡൽ വസ്ത്രമാണോ എന്നല്ലേ ചോദിച്ചത്? തെരുവിൽ വിദ്യാർത്ഥികൾ ചോരയൊഴുക്കുമ്പോൾ രാജ്യത്തെ ഭാവി തലമുറ പ്രക്ഷോഭം നടത്തുമ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ വസ്ത്രത്തെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കേണ്ടത്? എന്നിട്ട് രാഹുൽ ഗാന്ധി ഈ മാധ്യമങ്ങൾക്ക് ഒരു ഉപദേശവും നൽകുന്നുണ്ട്. ഈ രാജ്യത്തെ 15ഉം 18ഉം 20ഉം 22ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ആർജവമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവരാരെയും ഭയപ്പെടുന്നില്ല. വിദ്യാർത്ഥികൾക്കില്ലാത്ത ആ ഭയം മാധ്യമങ്ങളായ നിങ്ങൾക്കും വേണ്ടതില്ല. ഇതേ അനുഭവം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടായത്. പ്രിയങ്ക സംസാരിക്കുമ്പോഴും ഈ മാധ്യമങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കി. അവിടെ പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത്? രാജ്യത്തെ കുട്ടികൾക്ക് നേരെ തോക്കും പെല്ലറ്റ് ഗണ്ണും ലാത്തിയും ഉപയോഗിക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ നിശബ്ദരായതുപോലെ ഞാനും നിശബ്ദരാകണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് ഇത്രയധികം മാധ്യമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഭരണാധികാരികൾക്ക് മുന്നിൽ വാലാട്ടി നിൽക്കുന്നത്? നിങ്ങൾ നോക്കൂ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന 23ലധികം പ്രമുഖ മാധ്യമങ്ങൾ അംബാനിയുടെ കാൽക്കീഴിലാണ്. 16ഓളം മാധ്യമങ്ങൾ അദാനിയുടെ കൈകളിലാണ്. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? ഇവരൊക്കെ കേവലം ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരും സ്തുതിപാഠകരുമായി മാറിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇനി സർക്കാരിൻ്റെ കാര്യം എടുത്തു നോക്കൂ. കർഷക സമരം നടന്നപ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നപ്പോഴും നമ്മൾ എന്താണ് കണ്ടത്? 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇവിടുത്തെ സാധാരണക്കാരെ പേടിയാണ്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കി ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് സമര രംഗത്തേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ വന്ന് റീൽസ് ഇട്ട് കുട്ടികളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തമായി ക്രിയേറ്റീവായി ഒരു കണ്ടന്റും ഉണ്ടാക്കാനില്ലാതെ വിദ്യാർത്ഥികളുടെ ട്രെൻഡുകൾ കോപ്പി അടിക്കേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രി.
രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ പാസ്റ്റ് അഥവാ കഴിഞ്ഞ കാലമാണവർ. എന്നാൽ വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ. അതുപോലെ തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവസ്ഥയും. ഇത്ര വലിയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന് പാർലമെന്റിൽ വന്ന് സഭയ്ക്കകത്ത് മറുപടി പറയാൻ ഭയമാണ്. പാർലമെന്റിലെ തന്റെ ഓഫീസിൽ അദ്ദേഹം എത്തുന്നുണ്ട്. എന്നാൽ ലോക്സഭയിലോ രാജ്യസഭയിലോ വന്ന് ജനപ്രതിനിധികളുടെ ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭയം? കാരണം ഇവരുടെ പാരമ്പര്യം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത അല്ലെങ്കിൽ കാല് നക്കിക്കൊടുത്ത സവർക്കറുടെ പാരമ്പര്യമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ളവർക്ക് രാജ്യത്തെ ജനങ്ങളെ നേരിടാൻ ഭയമല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക? ഭരണാധികാരികൾക്ക് ഇവിടെ എല്ലാവരെയും പേടിയാണ്. വിദ്യാർത്ഥികളെ പേടിയാണ്, കർഷകരെ പേടിയാണ്, ഹൈന്ദവനെയോ മുസ്ലിമിനെയോ ക്രൈസ്തവനെയോ ദളിതനെയോ ഒക്കെ പേടിയാണ്. അവസാനം 15 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി സംസാരിച്ചാൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വരെ RSS ഗുണ്ടകളെ വിട്ട് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിക്കാൻ നോക്കുന്ന തരത്തിലേക്ക് ഭരണകൂടത്തിന്റെ ഭയം വളർന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് Z+ കാറ്റഗറി സുരക്ഷയുണ്ട്, SPG സുരക്ഷയുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലുണ്ട്, നീതിന്യായ വ്യവസ്ഥയും സിസ്റ്റത്തിനെയും സ്വാധീനിക്കാൻ കഴിവുണ്ട്, കൂടെ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പിന്തുണയുമുണ്ട്. ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഭയമാണ്. മറുവശത്തോ സിസ്റ്റത്തിന്റെ പിന്തുണയില്ല, പണമോ കോർപ്പറേറ്റുകളുടെ പിൻബലമോ ഇല്ല, പ്രത്യേക സുരക്ഷയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാം എന്ന അവസ്ഥയാണ്. എന്നിട്ടും ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഭയവുമില്ലാതെ അവർ തെരുവിൽ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ്. സവർക്കറിൽ നിന്ന് തുടങ്ങിയ ആ ഭയം ഇന്നും ഭരണാധികാരികളെ വേട്ടയാടുകയാണ്. എല്ലാം ഉണ്ടായിട്ടും പേടിക്കുന്ന ഭരണാധികാരികളും ഒന്നുമില്ലെങ്കിലും സത്യത്തിന് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സത്യം ഏതാണെന്ന് രാജ്യം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മാധ്യമങ്ങളും രാജ്യത്തെ ജനങ്ങളും ഇനി ആരോടും ഭയപ്പെടേണ്ടതില്ല. സത്യത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.